നമസ്കാരം. ആദിപരാശക്തിയായ കാളി ഭഗവതിയെ കേരളത്തിൽ ആദ്യമായി പ്രതിഷ്ഠിച്ച ക്ഷേത്രമെന്ന നിലയിൽ പ്രസിദ്ധമാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ക്ഷേത്രം. കേരളത്തിലെ മറ്റെല്ലാ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെയും മാതൃക്ഷേത്രവും കൂടിയാണ് ശ്രീ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. വടക്കോട്ട് ദർശനമായിരിക്കുന്ന ഭഗവതി ശക്തിപ്രഭാവം കൊണ്ട് കേരളത്തിൽ വളരെ പ്രസിദ്ധമാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠയായ ശ്രീ ഭദ്രകാളിയെ ഒരു രഹസ്യ അറയിൽ പടിഞ്ഞാറേക്ക് ദർശനമായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശ്രീ ഭദ്രകാളിയുടെ അത്യുഗ്രഭാവമായ രുധിര മഹാകാളിയെയാണ് ഈ രഹസ്യ അറയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സംഹാരമൂർത്തിഭാവമായതുകൊണ്ട് ഈ അറ തുറന്ന് ഭക്തർക്ക് ദർശനം അനുവദിക്കാറില്ല. ആ ഉഗ്രഭാവത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ട പ്രതിരൂപമാണ് വടക്കോട്ട് ദർശനമായിട്ട് ഭക്തർക്ക് ദർശനത്തിനായി തുറന്നുകൊടുത്തിരിക്കുന്ന ദേവീഭാവം. സത്കർമ്മങ്ങൾ മാത്രം ചെയ്യുവാനായി ലോകജനതയ്ക്ക് പ്രേരണ നൽകുന്ന ശക്തിയായാണ് ആദിപരാശക്തിയുടെ രുധിര മഹാകാളി രൂപം. ക്ഷേത്രത്തിൽ ശ്രീ ഭദ്രകാളിയാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും മുഖ്യദേവനായി കിഴക്കോട്ട് ദർശനമായി പരമശിവനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വിളിപ്പുറത്തമ്മയാണ് ഭക്തജനങ്ങൾക്ക് സംരക്ഷകയായി വിളങ്ങുന്ന ശ്രീ കൊടുങ്ങല്ലൂരമ്മ. മകരം 1 മുതൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് താലപ്പൊലി. മകരസംക്രാന്തിയുടെ അന്ന് 1001 കതിനവെടികൾ മുഴക്കിയാണ് താലപ്പൊലി ഉത്സവം ആരംഭിക്കുന്നത്. ഓരോ ദിവസവും താലപ്പൊലി നടത്തുന്നവർ വ്രതമെടുത്ത് ശുദ്ധരായ കന്യകമാരും സ്ത്രീകളും താലത്തിൽ കൊണ്ടുവരുന്ന ധനധാന്യങ്ങളും ദ്രവ്യങ്ങളും പുഷ്പങ്ങളും ദീപങ്ങളും വലിയ വാദ്യഘോഷങ്ങളോടെ ദേവിയുടെ മുന്നിൽ സമർപ്പിക്കുന്നതാണ് താലപ്പൊലി ഉത്സവത്തിലെ പ്രധാന ചടങ്ങ്. അണിഞ്ഞൊരുങ്ങിയ സ്ത്രീകൾ നിരനിരയായി താലവുമേന്തി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു അഴകാണ്. താലപ്പൊലി സമർപ്പിച്ചു കഴിഞ്ഞാൽ സംഘം കളി ആരംഭിക്കുന്നു. അതേ തുടർന്ന് 51 ദിവസം കുളിച്ച് വ്രതമെടുത്ത് ചുവന്ന വസ്ത്രങ്ങൾ ധരിച്ച് മലയരയന്മാർ ഇരുമുടിക്കെട്ടുകളുമായി ക്ഷേത്രത്തിലെത്തുന്നു. കൂടാതെ കുടുംബികൾ ചെമ്മരിയാടുകളെ നടതള്ളുന്ന ചടങ്ങുമുണ്ട്. കേരളത്തിലെ വളരെ പഴയ ആചാരമായ കൂട്ടമിരിപ്പ് ഇപ്പോഴും തുടർന്നു പോരുന്ന ഒരേ ഒരു ഭഗവതി ക്ഷേത്രവും ശ്രീ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രമാണ്. എല്ലാ മലയാള മാസം 1-ാം തീയതിയാണ് ഭഗവതിയുടെ കിഴക്കേ നടയിൽ കൂട്ടമിരിപ്പ് ഉണ്ടാവുക. പഴയ കാലത്തെ സഭയാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത്. അത് ഇപ്പോഴും പിന്തുടർന്നു പോരുന്നു. ഏതെങ്കിലും ഒരു കാലത്ത് സങ്കടങ്ങളില്ലാത്ത മനുഷ്യജീവിതം ഉണ്ടാവുകയാണെങ്കിൽ ആ കാലത്തു മാത്രമേ കൂട്ടം പിരിയൽ പാടുള്ളൂ എന്ന ഒരു വിശ്വാസവും ഇതിനു പുറകിലുണ്ട്. അടികൾ എന്ന സമുദായത്തിൽപ്പെട്ടവരാണ് ഇവിടുത്തെ പൂജാരികൾ. ഭദ്രകാളി ആയതുകൊണ്ട് ശാക്തേയ സമ്പ്രദായത്തിൽപ്പെട്ട പൂജകളാണ് ഇവിടെ തുടർന്നു പോരുന്നത്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന നിറപ്പകിട്ടുള്ള ആഘോഷമാണ് താലപ്പൊലി. പകൽ ശീവേലിയും രാത്രി എഴുന്നള്ളിപ്പുമാണ് താലപ്പൊലിക്കുള്ള ക്ഷേത്ര ചടങ്ങുകൾ. താലപ്പൊലിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിനു ചുറ്റുമുള്ള ആൽത്തറകളിൽ കുടുംബി സമുദായക്കാർ സവാസിനി പൂജയും മലയരയന്മാർ കാർഷിക വിളകളും ദേവിക്ക് കാണിക്കയായി അർപ്പിക്കുന്നു. ഹിന്ദുമതത്തിൽപ്പെട്ട എല്ലാ ജാതി വിഭാഗക്കാർക്കും ഊരായ്മ അവകാശമുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ക്ഷേത്രം. സംഘകാലഘട്ടത്തിലെ കണ്ണകിയുടെ സ്മരണയ്ക്കായാണ് ക്ഷേത്രം പണികഴിപ്പിച്ചിട്ടുള്ളത്. സംഘജനതയുടെ ഓർമ്മയ്ക്കായാണ് ഇവിടെ സംഘംകളി നടത്തിവരുന്നത്. ജഗദ്ഗുരു ആദിശങ്കരൻ സ്ഥാപിച്ച 5 ശ്രീചക്രങ്ങൾ ദേവിയുടെ ശക്തികളുടെ പ്രധാന ഉറവിടമാണ്. ശ്രീചക്രങ്ങൾ ശ്രീകോവിലിന്റെ കിഴക്കേ വശത്ത് പൊന്നൂഞ്ഞാലിലാണ് ഇരുത്തിയിരിക്കുന്നത്. എല്ലാ ദിവസവും ഇവിടെ നിന്നും ചൈതന്യം വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് പൂജ നടന്നു വരുന്നു. മകരമാസം ഊർജപ്രവാഹം കൂടുതലുള്ള മാസമായതുകൊണ്ടും പൂജകൾക്കും പ്രാർത്ഥനകൾക്കും വളരെ ശക്തിയുള്ള മാസമായതുകൊണ്ടും മകരമാസത്തിലെ താലപ്പൊലിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ലോകരക്ഷകയായ അമ്മ ഭഗവതി എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. താലപ്പൊലി കഴിഞ്ഞാൽ മീനമാസത്തിലെ ഭരണിയാണ് പ്രധാന ഉത്സവം. അതിൻ്റെ വിശേഷങ്ങൾ പിന്നാലെ പറയാം. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു.